ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു പൂമാല കെട്ടാനായിട്ട് പഠിക്കാം. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ഉണ്ടമാല. അങ്ങനത്തെ ഒരു മാല കെട്ടാൻ പഠിക്കാം. 3 തരം പൂക്കളാണ് ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത്. ചെത്തിപ്പൂവുണ്ട്, അതുപോലെ നമ്പ്യാർ വട്ടത്തിൻ്റെ പൂവാണ്, വെളുത്ത പൂവ്. പിന്നെ തുളസി ആണ്, തുളസിയുടെ തലപ്പ് നുള്ളിയെടുത്തതാണ്. ഇത് 3 ചേർത്ത് നമുക്കൊരു ഉണ്ടമാല കെട്ടാം. എങ്ങനെയാണെന്ന് നോക്കാം. വാഴനാർ ഉപയോഗിച്ചാണ് കെട്ടുന്നത് കേട്ടോ. ഇതാണ് വാഴനാർ. അതിൻ്റെ ഒരു അറ്റത്ത് നമ്മളൊരു കെട്ട് ഇട്ട് വെക്കുമേ. നമ്മൾ ഇടയ്ക്ക് അത് വലിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചരട് നോക്കി വേണം നമ്മൾ വലിക്കാൻ വേണ്ടി, അതിനായിട്ടാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അറ്റത്ത് നമുക്കിതുപോലെ ഒരു കെട്ട് ഇട്ട് വയ്ക്കാം. ഇനി ഇതേ രീതിയിൽ മടക്കി പിടിക്കണേ. എന്നിട്ട് പിരിക്കും നമ്മൾ. ഈ 2 ചരടുകളും പിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒന്നിന് പുറത്ത് ഒന്നായിട്ട് നമ്മളിങ്ങോട്ട് പിരിച്ച് വെക്കുകയാണ്. അത് ഒരു 5-6 പിരി അങ്ങോട്ട് പിരിച്ചതിന് ശേഷം നമ്മളതിൻ്റെ അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കുമേ. അറ്റം നമുക്കൊന്ന് ചുരുട്ടി കെട്ടാം. അവിടെ അത് ടൈറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറ്റം നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ ആ പിരിച്ച് വെച്ചിരിക്കുന്ന 2 ചരടിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ നമ്മുടെ വിരലിരിക്കുന്നുണ്ടോ, ആ വിരലിരിക്കുന്ന ഭാഗത്താണ് പൂവെടുത്ത് വെക്കുന്നത്. അത് നമുക്ക് തുളസി പൂ തന്നെ വയ്ക്കാം. ഒരു ചരട് ഇങ്ങോട്ട് വയ്ക്കണം, ഒരു ചരടപ്പോൾ താഴെയാണ്. ഇനി അടുത്ത പൂവ് എടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വയ്ക്കും. 2 സൈഡിലേക്ക് ഒരേ സമയത്ത് വെച്ച് വേണമെങ്കിലും കെട്ടാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ആയതുകൊണ്ട് ഒരു സൈഡിലേക്ക് വെക്കുന്നുള്ളേ. അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഭംഗിയായിട്ടിരിക്കും. ആ വിരലിരിക്കുന്ന ഭാഗത്ത് നമ്മൾ പൂ വയ്ക്കുക. ഒരു ചരട് മുകളിലേക്കും ഒരു ചരട് താഴേക്കും. വീണ്ടും നമ്മൾ അവിടെ ഭാഗത്ത് പൂ വയ്ക്കുക. മുകളിലേക്കും താഴേക്കും ചരടാക്കുക. അടുത്ത പൂ വെക്കുമ്പോഴും അതുപോലെ തന്നെ മറുവശത്തേക്ക് വെച്ചു. ഒരു ചരട് താഴേക്കാക്കി, മറ്റേ ചരട് മുകളിലേക്ക് എടുത്തു. ഈ മുകളിലേക്ക് എടുക്കുന്ന ചരട് ഒരുപാട് വലിക്കരുത് കേട്ടോ, കണ്ടമാനം അങ്ങ് മുറുകി പോകും നേരം. അപ്പോൾ ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 2 സൈഡിലുമായിട്ട് പൂക്കൾ വെക്കുക. ഇത് കുറച്ച് നീളത്തിൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അറ്റം കെട്ടിയ ഒരു സൈഡുണ്ടല്ലോ, ആ സൈഡിലെ ആ നാരെടുത്ത് നമ്മളൊന്ന് പതിയെ സൂക്ഷിച്ചൊന്ന് വലിച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് തിക്കായിട്ട് വരും. ഇപ്പോൾ നമുക്ക് വലിക്കാം. കണ്ടോ, നല്ല തിക്കായിട്ട് ഉരുണ്ട് വന്നിരിക്കുന്നുണ്ടോ, കണ്ടല്ലോ. ഇനി നമുക്കിത് കഴിഞ്ഞ് അടുത്ത പൂ വയ്ക്കാം. വേറൊരു കളറിലുള്ള പൂ വെക്കാം. ഇപ്പോൾ വെള്ളപ്പൂവാണ് നമുക്ക് കൂടുതലുള്ളത്, അപ്പം വെള്ളപ്പൂ വയ്ക്കാം അടുത്തതായിട്ട്. വെള്ളപ്പൂ വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ആ പ്രോസസ്സ് ആവർത്തിക്കാം. വെള്ളപ്പൂ ഒന്ന് വെച്ചിട്ട് ചരട് താഴോട്ടാക്കി, മറ്റേ ചരട് മുകളിലേക്കാക്കി. ഇനി അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പൂ വെക്കുക. മറുവശത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ഇതും നമുക്ക് 2 സൈഡിലേക്കും വേണേൽ ഒരേ സമയത്ത് വയ്ക്കാം കേട്ടോ. നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് അത്ര പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് വയ്ക്കുന്നത്. ഒരു സൈഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത്
വെള്ളപ്പൂ കിട്ടിയത് നമ്മൾ കുറച്ച് വലിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളപ്പൂവും കൂടെ നമുക്ക് വയ്ക്കാം. വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി ഇനി നമുക്ക് ചുമന്ന പൂ വെച്ച് കെട്ടാമേ. ആദ്യം പച്ച വെച്ചു, പിന്നെ വെള്ളപ്പൂ വെച്ചു. ഇനി അടുത്തത് ചുമന്ന പൂ വെച്ച് കെട്ടാം. ഇടകലർത്തി കെട്ടാം. നല്ല ഭംഗിയാണ് ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ 3 കളറ്. ഒരു പൂ ഇപ്പോൾ തുളസി കൊണ്ട് തന്നെ വേണം നമുക്ക് തുളസിമാലയായിട്ടും കെട്ടാനായിട്ട് സാധിക്കും. തുളസിമാല കെട്ടാനാണ് ഏറ്റവും എളുപ്പം കേട്ടോ. കാരണം അത് കുറച്ച് നീളമുണ്ടല്ലോ. ഇത് തൻ്റെ നീളം കുറവായതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ഈ നന്ദ്യാർവട്ടമായാലും ചെമ്പരത്തി ആയാലും ഒക്കെ. തുളസി ആകുമ്പോൾ നീളമുള്ള ഈ ചുമന്ന പൂവിൻ്റെ നമുക്ക് നാര് വലിക്കാം കേട്ടോ. കണ്ടോ 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 തിക്കായിട്ട് വരുന്നത് കണ്ടോ. ഇനി വീണ്ടും നമുക്ക് പച്ചപ്പൂ തന്നെ വെക്കാം. തുളസിപ്പൂ തന്നെ വെച്ച് പച്ചയുടെ ഒരു സെഗ്മെൻ്റ് കൂടെ തയ്യാറാക്കാം. പിന്നെ വെള്ള, ചുവപ്പ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഒത്തിരി വലിയ നീളത്തിലൊന്നും കിട്ടില്ല കേട്ടോ. ഇത് ഇത്രയും പൂ കൊണ്ട് തിക്കായിട്ട് കിട്ടിയിരിക്കുമല്ലേ, അതുകൊണ്ട് എങ്കിലും അതുകൊണ്ട് ഒരു ചെറിയ ഇനി മാല പൂർത്തിയായി കഴിഞ്ഞിട്ട് കാണിക്കാമേ. കുറച്ച് പൂവും കൂടെ വെച്ച് നമുക്ക് ഇപ്പോൾ നമ്മുടെ മാല ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ കെട്ടിത്തീർന്ന അറ്റമുണ്ടല്ലോ, അവിടെ നമുക്ക് നാര് ആദ്യത്തേതുപോലെ പിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഓവർലാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഒരു 5-6 ചുറ്റങ്ങനെ ചുറ്റിയതിന് ശേഷം ലാസ്റ്റ് വന്നിട്ട് കെട്ടിയിടണം. അത് പിന്നെ അഴിഞ്ഞു പോകാതിരിക്കണമല്ലോ. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടുക. അവിടെ കെട്ടിക്കഴിയുമ്പോൾ അത് ടൈറ്റായിട്ടിരുന്നോളും. നമ്മുടെ മാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. എല്ലാവർക്കും ഈ മാല കെട്ടാനായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദ വീഡിയോ.